ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ മുടങ്ങുന്നതിലെ ഡോക്ടർ ഹാരിസിന്റെ പരാതിക്ക് സർക്കാരും പൊതുസമൂഹവും നൽകിയ പിന്തുണ നമ്മളൊക്കെ കണ്ടതാണ്. ഡോക്ടറെ തള്ളിപ്പറയാതെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചും വീഴ്ച അന്വേഷിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുമാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ടത്. സംവിധാനത്തിലെ പിഴവുകൾ തിരുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ആരോഗ്യവകുപ്പ് നീങ്ങുന്നു. എന്നാൽ ഈ വിഷയത്തെ മറ്റ് രണ്ട് തൽപര കക്ഷികൾ എങ്ങനെയാണ് സമീപിച്ചത്? ഒന്നാമത്തെ കക്ഷിയായ പ്രതിപക്ഷം പതിവ് പോലെ രാഷ്ട്രീയ ആയുധമായി കണ്ട് പൊതുജനാരോഗ്യം ആകെ തകർന്നെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ഡോക്ടർ ഹാരിസിന്റെ പരാതി മാത്രം പോരാ. ആരോഗ്യരംഗത്തെ LDF UDF സർക്കാരുകളെ താരതമ്യം ചെയ്ത് മന്ത്രി വീണ ജോർജ് കണക്കുകൾ അവതരിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. അതിലെ ഒറ്റ കണക്ക് നോക്കാം. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഒരു കൊല്ലം 8 കോടി ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 13 കോടിയാണ്. അതായത് രോഗികൾ കൂടിയിട്ടല്ല, സർക്കാർ ആശുപത്രികൾ നന്നായതുകൊണ്ടാണ്. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്ന മലയാളിയെ നോക്കിയാണ് ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്, ആരോഗ്യം അനാരോഗ്യം എന്നൊക്കെ പറയുന്നത്. നിന്നു പിഴയ്ക്കാൻ പ്രതിപക്ഷം പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ മാധ്യമങ്ങളോ? അവരാണ് മുൻപ് പറഞ്ഞ തൽപര കക്ഷികളിലെ രണ്ടാമത്തെ കൂട്ടർ. നവമാധ്യമങ്ങളിൽ ഒരു വൈറൽ വീഡിയോ കണ്ടു. ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ ഹാരിസിനോട് അവതാരക ചോദിക്കുകയാണ്, കേരളത്തിലെ ആരോഗ്യരംഗം ആകെ തകർന്നല്ലോ. ഡോക്ടർ ഹാരിസ് തന്നെ അവരെ തിരുത്തി. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനം നമ്മുടെ നാട്ടിലാണെന്ന് അഭിമാനത്തോടെ ആ ഡോക്ടർ പറഞ്ഞു. വെന്റിലേറ്ററിലായെന്ന് ഇക്കൂട്ടർ പറയുന്ന ആരോഗ്യ കേരളത്തിൻ്റെ മറ്റൊരു നേട്ടം കൂടി സൂചിപ്പിക്കാം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ കെൽപ്പുള്ള സംവിധാനം നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക് എത്തുന്നു. ആദ്യ ജില്ലാ ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി മാറുന്നു. ഡോക്ടേഴ്സ് ഡേയിലാണ് ഈ അഭിമാന നേട്ടം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി 30 വീടുകൾ വെച്ച് നൽകാൻ പിരിച്ച 88 ലക്ഷം എവിടെയെന്ന് സ്വന്തം പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഏറിൽ നിൽക്കുന്ന ഷാഫി രാഹുൽ മാങ്കൂട്ടം സംഘത്തിനാണ് ആരോഗ്യ കേരളത്തെക്കുറിച്ച് ആശങ്ക. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, M ജയചന്ദ്രൻ. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള വാർത്ത അതുകൂടി പരിഗണിച്ചും പരിശോധിച്ചും തന്നെ പോകേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണൂരിൽ സർക്കാരിൻ്റെ മേഖലാതല യോഗത്തിൽ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിപ്പോൾ വാർത്തയായി മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിനെ ആ നിലയിലാണോ മാധ്യമങ്ങൾ സമീപിച്ചത് എന്നതും മറ്റൊരു ചർച്ചാ വിഷയമായി മാറാനും ഇടയുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ല. നല്ല അർപ്പണബോധത്തോടെ ജോലി എടുക്കുന്ന ആളാണെന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ് അഭിപ്രായം കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടന്നതെന്താ? ഒരു ഗവൺമെന്റ് സർവന്റ് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. റൈറ്റ്. മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചതിലെല്ലാം ഉണ്ട്. ഞാനത് പറയാൻ കാര്യം, ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചാനൽ എഴുതി കാട്ടിയത് ഡോക്ടർ ഹാരിസിനെ വിമർശിച്ച് എന്ന മട്ടിലോ മറ്റോ ആണ് മുഖ്യമന്ത്രി പറഞ്ഞതിനെ. മുഖ്യമന്ത്രി പറഞ്ഞ ആ ഭാഗം നമ്മളൊക്കെ കേട്ടത് തന്നെയാണ്. ഞാൻ വിചാരിച്ച ഓർഡർ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. കാരണം ആദ്യം ഞാനൊന്ന് ശ്രീ ജയചന്ദ്രനിലേക്ക് ഒരു ക്വിക്ക് റെസ്പോൺസ് വളരെ ചുരുക്കി. താങ്കൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഏത് നിലയിലാണ് സമീപിക്കുന്നത്, സ്വീകരിക്കുന്നത്? എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു മാധ്യമ രീതി എളുപ്പം അതാണ്. ഡോക്ടർ ഹാരിസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി, യഥാർത്ഥത്തിൽ ഡോക്ടർ ഹാരിസിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഏത് തരത്തിലാണ് ഈ വിഷയത്തെ സമീപിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? ശരത്തെ, അത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മുഴുവൻ ഡെപ്തും ഉൾച്ചേർന്നിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ പറയുന്നതല്ലല്ലോ. വെറുതെ പറയുന്നതല്ലെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇത്തരത്തിലുള്ള വാദങ്ങളും പിന്നെ വിവാദ റീലുകളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് പുച്ഛം തോന്നി ചെയ്യുന്നവരോട്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എങ്ങനെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 വർഷമെങ്കിലുമായി കേരളത്തിലെ ആരോഗ്യ മേഖല നിരന്തരം നടത്തിപ്പോരുന്ന
പിന്നെ സ്വയം നവീകരണമുണ്ട്. ആ നവീകരണം ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിൽ പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായതൊന്നുമല്ല. അതിൻ്റെ പുറകിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുണ്ട്, വളരെ വൈഭവമുള്ള ഡോക്ടർമാരുടെ ഒരു നിരയുണ്ട്, അവരുടെ സംഘടനകളുണ്ട്, ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മെഷീനറിയുണ്ട്. അങ്ങനെ വളരെ നെടുനാളത്തെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുത്തതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മികവ്. അത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ നമ്പർ 1 ആണെന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അവിടെയാണ് ഇങ്ങനൊരു പുതിയ പ്രശ്നം വരുന്നത്. ഈ പ്രശ്നത്തിലേക്ക് മാത്രം പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് മാത്രം വരികയാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞ വിഷയം, ആ വിഷയം ആരാണ് പരിഹരിക്കേണ്ടത്? ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണോ, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണോ, സംസ്ഥാന സർക്കാരാണോ, കെ.എൻ. ബാലഗോപാലാണോ? അല്ലെന്ന് ആർക്കും അറിയാം. ഇത് പറയുന്ന ആൾക്ക് ഡോക്ടർ ഹാരിസിന് ഉൾപ്പെടെ അറിയാം. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല കേട്ടോ, പിന്നെ ഈ അത്തരത്തിലൊരു നരേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇത് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടെന്നേ. ആ HDS ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ട അധികാരപ്പെട്ടവർ. അതിനാണ് അവർ ജനങ്ങളുടെ ഇന്ന് OP ടിക്കറ്റ് 5 രൂപ വാങ്ങുന്നത്. അതിൻ്റെ കോടിക്കണക്കിന് രൂപ അവിടെ നിക്ഷേപമായിട്ട് കിടപ്പുണ്ട്, അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ പർച്ചേസ് നടത്തേണ്ടത്. അത് നടത്തിയിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ എന്താണ് ചെയ്യുന്നതെന്നുള്ള അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ ഡോക്ടർ പത്മകുമാർ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അവരത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇത് മുഴുവൻ വീണ ജോർജിൻ്റെയാണ്, ആരോഗ്യവകുപ്പിൻ്റെയാണ്, പിണറായി വിജയൻ്റെയാണെന്ന് പറയുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ കണ്ണടയ്ക്കുന്നവർക്ക് ഇരുട്ടാകൂ, നാടിന് ഇരുട്ടാവില്ല. അത് ഏത് മെഡിക്കൽ കോളേജിലും HDS എന്തിനാണ് വെച്ചിരിക്കുന്നത്? പിന്നെ സാധാരണഗതിയിൽ മറ്റ് ജനറൽ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ 15,000 മുതൽ 25,000 രൂപ വരെ ലോക്കൽ പർച്ചേസ് വാങ്ങിക്കാനായിട്ട് സൂപ്രണ്ടുമാർക്ക് തന്നെ അധികാരം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നവീകരണങ്ങൾ ആശുപത്രിയുടെ നടത്തിപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ചർച്ച നിർത്താം. ആദ്യ ഘട്ടം 2-3 മാസം മുമ്പാണ് ഒരു സുഹൃത്ത് ആന്ധ്രയിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിലെ വലിയ ഒരു അരി കച്ചവടക്കാരനാണ്, ആലപ്പുഴ വന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ സൗഹൃദമുള്ളതുകൊണ്ട് കണ്ടു കഴിഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാൻ, എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്, കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹത്തെ അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് മടങ്ങിയും പോയി. അപ്പോൾ ഈ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസരത്തിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ആശുപത്രി, എൻ്റെ ആന്ധ്രയിൽ ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് സെക്ടറിലൊരു ഹോസ്പിറ്റൽ ഇത്ര മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത്. എനിക്കിത് പറയാൻ, എൻ്റെ സുഹൃത്തുക്കളുടെ നാട്ടിൽ പറയാനായിട്ട് 100 കാര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ അനുഭവം എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ മടങ്ങിയത്. അത് പിന്നെ മറുനാട്ടിലുള്ള ഒരാളാണെന്ന് ഓർക്കണം. അത് അവർക്ക് പോലും അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു തരത്തിൽ ഇവിടെ എന്താണ് ഈ പ്രശ്നം? നമ്മുടെ പിന്നെ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണോ? അത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. പിന്നെ പർച്ചേസിൻ്റെ പ്രശ്നമാണെങ്കിൽ പർച്ചേസിൻ്റെ എക്യുപ്മെൻസിൻ്റെ പ്രശ്നമുണ്ട്, മറ്റേ മെഡിസിൻ്റെ ഉണ്ട്. അതൊക്കെ പ്രൊസീജിയറൽ ഡിലേ വരുന്ന കാര്യം മറ്റ് ഈ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതിനതും പറയേണ്ട കാര്യമില്ല. ഈ HDSന് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിന് പകരം എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നതെന്നുള്ളത് പറഞ്ഞ് ഡോക്ടറടക്കം ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിമർശനം കേട്ടോ. ഞാനത് വിമർശന ബുദ്ധിയാ പറയുന്നതാണ്, പിന്നെ ആരോപണമോ എതിർത്തോ അല്ല പറയുന്നത്. ശരി, അത് തന്നെയാണ് ശ്രീ ജയചന്ദ്രൻ മുഖ്യമന്ത്രിയും പറഞ്ഞതാണ്. ആ ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കടക്കം ആർക്കും അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ചോ ഒന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം സതുദ്ദേശപരമായി തന്നെയാണ് പറഞ്ഞത് എങ്കിലും സംഭവിച്ചത് എന്താണ്? അത് കേട്ടുനിന്ന കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്? കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്? ഏത് വഴിക്കാണ് ആ ചർച്ചകൾ പോയത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശ്രീ സേനാപതി. അത് അങ്ങനൊരു വലിയ വിമർശനം നിങ്ങൾ നേരിടുന്നുണ്ട് എന്നതാണ്. ലോകത്തിന് മുമ്പിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മികവിനെ ആകെ താറടിച്ചു കാട്ടുക എന്ന വളരെ പരിമിതമായൊരു ചിന്തയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറി. കേരളത്തിലെ പ്രതിപക്ഷത്തെ നേതാക്കൾ പലരും മാറി. വസ്തുതകൾ വെച്ച് ഡോക്ടർ ഹാരിസിൻ്റെ ആ ഒരൊറ്റ പരാമർശം പോരല്ലോ കേരളത്തിൻ്റെ ആരോഗ്യരംഗമാകെ അനാരോഗ്യമായി എന്ന് പറയാൻ. ആ നിലയിലേക്ക് നിങ്ങൾ മാറുന്നത് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം നാടിനെ തന്നെയല്ലേ നിങ്ങൾ ഇകഴ്ത്തിക്കാട്ടുന്നത് വസ്തുതകളുടെ പിൻബലമില്ലാതെ? നേരത്തെ ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരും എത്രയോ മികച്ച സേവനങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ആ മേഖലയിലുണ്ട്. അവരെല്ലാം നിസ്വാർത്ഥമായി, പുഴുക്കുത്തുകളും ഇതൊക്കെ ഉണ്ടാകാം. ഞാൻ അവരുടെയൊക്കെ ആ നിസ്വാർത്ഥമായ സേവനത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച ആരംഭിക്കുകയാണ്.
ഇവിടെ ജയചന്ദ്രൻ സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അതാരാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഞങ്ങളിവിടെ HMC എന്നാണ് പറയുന്നത്, മറ്റെന്തോ പേരാണ് അദ്ദേഹം പറഞ്ഞത്, ഏതായാലും സംഭവം തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാരിസ് ഡോക്ടർ പരാതി പറഞ്ഞതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അവിടെ പറ്റാതെ വന്നതുകൊണ്ട് സൂപ്രണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ അവരോട് പരാതി പറഞ്ഞു. അതിനുശേഷം മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും ഒക്കെ ഈ കാര്യം ധരിപ്പിച്ച് എത്രയോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങ് പറഞ്ഞതിനെയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അത് ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ടോ രാജഭരണകാലം മുതൽ ഇങ്ങോട്ട് ഉള്ള എല്ലാ ഗവൺമെൻറ്റുകളും, കേരള രൂപീകരണത്തിന് ശേഷമുള്ള എല്ലാ ഗവൺമെൻറ്റുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമഫലമായിട്ട് നമ്മൾ ലോകത്തിൽ ഒരു മാതൃകയായി നമ്മൾ മാറിയിരിക്കുന്നതാണ്. ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. കേരളം 2 കാര്യങ്ങളാണ് ലോകത്തിൻ്റെ മുമ്പിൽ. ഒന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, 2 കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല. ഈ 2 ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ എന്താ പറഞ്ഞ ഒരു പിന്നോക്കം പോയിരിക്കുന്നു എന്നതിൻ്റെ 2 ഉദാഹരണം ചെറിയ വാക്കിൽ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, A+ നേടി വിജയിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് ഞാനല്ല പറഞ്ഞത്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്. പക്ഷെ വാർത്ത വൈറലായി. ഒന്ന്, ഇവിടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് അനുഭവിക്കുന്ന ഗുരുതരമായ രോഗത്തെക്കുറിച്ച്, പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ അത് കേരളം വളരെ ഞെട്ടലോടുകൂടിയാണ്. ഇത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചാലും ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചാലും അതല്ല എങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചാലും സത്യം സത്യമല്ലാതെ പോകുന്നു. ആ സത്യം നിലനിൽക്കുകയല്ലേ? ആ സത്യമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് പരിഹരിക്കാൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി ഞങ്ങളോട് പറയുന്നത് ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഇവിടെ സംവാദമല്ല സാർ ആവശ്യം. ഇവിടെ ആവശ്യം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇവിടെ പ്രശ്നം ഉയർത്തിയത് പ്രതിപക്ഷമോ കോൺഗ്രസ് പാർട്ടിയോ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല. ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടർ തൻ്റെ മനസ്സിൽ, തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഞാൻ അവിടെ ഒരു സംശയം എനിക്ക് സേനാപതി വേണുവിനോടുണ്ട്. എൻ്റെ ഒരു സംശയം, അതായത് ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ആ ഡോക്ടർ അത് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു, ഇതാണ് സംഭവം, നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലാകെ ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന് ആധികാരികമായി ഉത്തരവാദിത്വത്തോടെ കേസുകൾ അവതരിപ്പിച്ച് പറയാൻ ഇതേ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹാരിസ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ പൊതുവൽക്കരിച്ചതിലാണ് പ്രതിപക്ഷത്തോടുള്ള വിയോജിപ്പ്. അതിന് നിങ്ങൾക്ക് കഴിയും വിധത്തിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട്, ജനറൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്നത്, ഇന്നത്തെ കേരളത്തിൽ ഇറങ്ങിയ മലയാളത്തിലെ പല പത്രങ്ങളും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, അവർ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ മോശമായതുകൊണ്ടല്ല അവർ പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി സർജറി നടത്തുവാൻ 5 കോടി രൂപയുടെ യന്ത്രമുണ്ട്. പക്ഷെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബലൂണ്, സ്റ്റെൻഡ്, എന്താ പറയുക, ബാക്കി അനുബന്ധമായി ഒരു 10-25,000 രൂപയുടെ മുതൽ മുടക്കുണ്ടെങ്കിലേ ആൻജിയോപ്ലാസ്റ്റി സർജറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതില്ലാത്തത് കൊണ്ട് 5 കോടിയുടെ യന്ത്രം അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നു. ലാപ്രോസ്കോപ്പി സർജറി 6 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചിരിക്കുന്ന ഉപകരണം, അതിന് 4,000 രൂപയുടെ അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഇതാര് കൊടുക്കും? ആരോഗ്യ മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധി അതിനെ ഞാൻ മാധ്യമ വാർത്തകളെ ആ നിലയിൽ പിൻപറ്റുന്നില്ല. എൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതിപക്ഷത്തോടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടെ, നിങ്ങൾ ഈ മാധ്യമങ്ങളെ ആശ്രയിക്കാന്നേ, ഇങ്ങനെ ആശ്രയിച്ചാണ് നിങ്ങൾ ഈ കുഴിയിൽ ചെന്ന് വീഴുന്നത്. ഇതുപോലെ തന്നെ ഒരു ചാനൽ ഡോക്ടർ ഹാരിസിനോട് തന്നെ ചോദിച്ചല്ലോ, ഉറപ്പായി. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ പേപ്പട്ടിയുടെ കടിയേറ്റ, പേവിഷബാധയേറ്റ എത്ര ആളുകൾ, അതിൽ ബഹുഭൂരിപക്ഷവും കുഞ്ഞുങ്ങളാണ്, അവര് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് ഫലപ്രദമായി ഇതിനെ തടയുന്നതിന് യാതൊരു വിധമായ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് 2ഉം 3ഉം പ്രിക്വേഷണറി ഇഞ്ചക്ഷൻ എടുത്ത ആളുകൾ പോലും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം കേരളത്തിലെ ആരോഗ്യ മേഖല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. താങ്കൾ ഈ പറഞ്ഞത് മാധ്യമ വാർത്തകളെ ആധാരമാക്കിയാണ് എന്ന് പറഞ്ഞിടത്താണ് ഞാൻ ആ വിയോജിപ്പ് പറഞ്ഞത്. അത് വിയോജിപ്പിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾ ഇതിന് ആധാരമായി എടുക്കുന്ന ഡോക്ടർ ഹാരിസ് തന്നെ മാധ്യമങ്ങളെ തിരുത്തുന്നുണ്ടെന്നേ.
മാധ്യമങ്ങളെ തിരുത്തി നിങ്ങൾ പറയുന്നത് ശരിയല്ല, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം ആകെ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ താറുമാറായിട്ടില്ല, ലോകത്തെ തന്നെ മികച്ചതാണ് എന്ന് ആ ഡോക്ടർ തന്നെ പറയുന്നത് കേട്ടിരിക്കേണ്ടി വന്ന മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് താങ്കൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദഗതി ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ അപാകത ഉണ്ടാകും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അടുത്ത റൗണ്ടിൽ ദയവായി ശരി, ഓക്കെ, ആയിക്കോട്ടെ, അത് താങ്കൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, നിശ്ചയമായും റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ അരുൺകുമാറിനെ കൂടി ഈ ചർച്ചയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. അരുൺ, ഇപ്പോൾ സേനാപതി വേണു ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. അവരാകെയും കരുതുന്നത് കേരളത്തിൻ്റെ ആകെ പൊതുജനാരോഗ്യം, ആശുപത്രികളുടെ അഡ്മിനിസ്ട്രേഷൻ, ചികിത്സാ രീതികളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒരു ഭാഗത്ത് പറഞ്ഞു. ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണൂരിൽ ഈ വിഷയത്തിൽ ആദ്യ പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ആദ്യ പ്രതികരണം വരികയും ചെയ്തു ഈ വിഷയത്തെ. എന്നാൽ ഇതാകെ അനാരോഗ്യ വകുപ്പ് എന്ന നിലയിൽ ആരോഗ്യവകുപ്പിനെ ചിത്രീകരിക്കാൻ പ്രതിപക്ഷം വലിയ തോതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാരോഗ്യ വകുപ്പ് എന്നാണ് അവർ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിനെയും ആ മന്ത്രിയെയും വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ സുഹൃത്ത് ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചില പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. കണ്ണൂരിലെ DCC പ്രസിഡന്റ് ഒരു മാസം മുമ്പ് പറഞ്ഞ വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. എന്താണോ മനോരമയിൽ വരുന്നത് അതാണ് പ്രതിപക്ഷ നേതാവിന് അന്ന് പത്രസമ്മേളനം. അതുപോലെ എന്താണോ പ്രതിപക്ഷം പറയുന്നത് അതാണ് പിറ്റേ ദിവസം മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് വാർത്ത. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോംപ്രമൈസ് ആണ്. എന്ത് പ്രതിപക്ഷം പറയുന്നു അത് മാധ്യമങ്ങളുടെ വാർത്ത, മാധ്യമത്തിൽ വരുന്നത് പ്രതിപക്ഷം വലിയ വാർത്തയായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ പത്രവാർത്ത ഇന്നതാണ് എന്ന് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്. ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഉത്തമം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഒരു മഹാപ്രളയം വരും, അതിനുശേഷം വരൾച്ച വരും, അതിനുശേഷം വീണ്ടും ഒരു വെള്ളപ്പൊക്കം വരും. അപ്പോൾ അങ്ങനെ സുവർണാവസരം കാത്തിരിക്കുകയാണ് ഇവര്. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോൾ വൻ സുവർണാവസരം എന്ന രൂപത്തിൽ അങ്ങ് നന്നായിട്ട് സന്തോഷിച്ച് അങ്ങ് ഇറങ്ങി തിരിച്ചതാണ് UDFന്റെ നേതാക്കന്മാർ. പക്ഷെ അന്ന് വൈകുന്നേരത്തെ മാധ്യമ ചർച്ചകളിലൂടെ തന്നെ ഇതേ ഡോക്ടർ തന്നെ തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം അങ്ങ് അത് കോട്ട് ചെയ്തു. ഇവിടെ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ആങ്കർ ചോദിച്ചത് ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഈ അരുൺകുമാർ പറഞ്ഞത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ ഈ ഡോക്ടർ പറഞ്ഞു അത് പൂർണ്ണമായിട്ടും ശരിയാണ്, ഞാൻ അടക്കമുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എല്ലാം കഠിനാധ്വാനത്തിന്റെ ഫലമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പൂർണ്ണമായും ശരിയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വളരെ ഡെഡിക്കേറ്റഡ് ആയി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്തായിരുന്നു 2015-16 കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല, ഇപ്പോഴെന്താണ്, ഈ 9 വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടം, ആ നേട്ടങ്ങൾ അതിനായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഏതെങ്കിലും കൗണ്ടർ ചെയ്യാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുമോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയോ? ചാനൽ ചർച്ചകളിൽ വരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിയോ? അന്ന് 0 ആയിരുന്നത് ഇന്ന് ഇത്രയാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അവയവ മാറ്റ ശസ്ത്രക്രിയ വരെ ഏറ്റവും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളിൽ മാത്രം നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ 20ഓളം വരുന്ന കരൾമാറ്റൽ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തീകരിച്ചതും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നതും എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് 2025 ഡിസംബറോടെ ഈ നാട് മാറും എന്ന് പറയുന്നതുമെല്ലാം ലോകത്തെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇവിടെ കിട്ടിയ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് ചില മാധ്യമങ്ങളും മത്സരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവിടെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും കഴിഞ്ഞ 3 വർഷമായി ആ നേട്ടം കേരളം ആവർത്തിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് പറഞ്ഞത്. 12 പേരെ എടുത്താൽ, ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. 30 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ. 7000 കോടി രൂപയാണ് കഴിഞ്ഞ നാളുകളിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച് നമ്മളെ ഡൽഹിക്ക് വിളിച്ച് അവാർഡ് നൽകുന്ന സാഹചര്യം നാം കാണുകയാണ്. സമാനതകളില്ലാത്ത മുന്നേറ്റം എല്ലാ ആരോഗ്യ മേഖലയിലും. ആർദ്രം പദ്ധതി നടപ്പാക്കി, ആർദ്രം പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കി. ഇപ്പോൾ അതെല്ലാം വിട്ട് ഏറ്റവും നവീനമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ശസ്ത്രക്രിയ അടക്കം മറ്റ് ചികിത്സയടക്കം പോകുന്നു. മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെ റോബോട്ടിക് സർജറി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ G-Getter എന്ന ചികിത്സ, അതുപോലെ ബ്ലഡ് ബാങ്ക് ട്രീസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരൾമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ, അങ്ങനെ വൻ കുതിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് പർവ്വതീകരിച്ച് കാണുകയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞില്ലേ, ഈ ഡോക്ടർ ഹാരിസ് ആദ്യം അവരുടെ ഹോസ്പിറ്റൽ ഡയറക്ടർക്കും ഡെവലപ്മെന്റ് അതോറിറ്റിക്കും പരാതി കൊടുത്തു, നടന്നില്ല. അതിനുശേഷം മന്ത്രിയെ കണ്ടു, പരാതി കൊടുത്തു, മന്ത്രിയുടെ ഓഫീസിൽ കണ്ടു. ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ പരാതി എന്നാണ് ഉണ്ടായത്?
വെള്ളിയാഴ്ച 27-ാം തീയതി, ജൂൺ മാസം 27-ാം തീയതിയാണ് പരാതി. എന്താ? അന്ന് നിശ്ചയിച്ച 4 ഓപ്പറേഷനിൽ 3 എണ്ണം കഴിഞ്ഞു. യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓപ്പറേഷൻ 3 എണ്ണം പൂർത്തീകരിച്ച് 4ാമത് ചെയ്യുന്നതിന് മുമ്പ് പ്രോബ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അതിൽ കേടുപാട് പറ്റി. അപ്പോൾ അത് സംഭവിച്ചു. അദ്ദേഹത്തിന് ഓപ്പറേഷൻ തുടരാൻ കഴിഞ്ഞില്ല. തന്റെ മകന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഓപ്പറേഷനായി രോഗിയായിട്ട് തന്റെ മുന്നിലുള്ളത്. ആ വിഷമം കൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ അദ്ദേഹം നേരത്തെ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിരുന്നതല്ലോ? 67 ലക്ഷം രൂപയാണ് ഇതേ ഡിപ്പാർട്ട്മെന്റിന് ആ വർഷം അനുവദിച്ചത്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് തന്നെ അനുവദിച്ചത്. 2898 സർജറി കഴിഞ്ഞ ഒരു വർഷം ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നടന്നു എന്ന് അദ്ദേഹം അടക്കം സമ്മതിക്കുന്നു. 1327 സർജറിയാണ് ഈ 2025 ജനുവരി 1 മുതൽ മെയ് മാസം 31 വരെ ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നടന്നത്. ഈ മെയ് മാസത്തിൽ തന്നെ 312 സർജറി നടത്തി. ജൂൺ 1 മുതൽ 25 വരെ 242 സർജറികൾ നടത്തി. ഇത് പറഞ്ഞ ദിവസവും തലേ ദിവസവുമായിട്ട് 6 സർജറി നടത്തി. അപ്പൊ അത്തരം ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഉപകരണത്തിന് കേടുവന്നാൽ പുതിയത് മേടിച്ചല്ലേ പറ്റൂ. കൃത്യമായി ആ ഉപകരണം ഇന്ന് ഹൈദരാബാദിൽ നിന്ന് എത്തി. ചൊവ്വാഴ്ച എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. അങ്ങനെ എത്തി. ഓപ്പറേഷൻ ഇന്ന് പുനരാരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചാൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്തേ പറ്റൂ. അതിനുള്ള സംവിധാനം നമ്മുടെ ഗവൺമെന്റിനുണ്ട്. ആ ഒരു സാഹചര്യത്തെ എടുത്തുകൊണ്ട് പർവ്വതീകരിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല അനാരോഗ്യ മേഖലയാണ് എന്ന് പ്രസ്താവന ഇറക്കി അതിനുവേണ്ടി വാദിക്കുന്നവർ ഒന്ന് ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കണം. ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള നേട്ടം, മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, മേഖലകളിലെല്ലാം നടത്തിയ നേട്ടങ്ങളെ കുറിച്ച്. പക്ഷേ ഇത് ആരോഗ്യരംഗത്തെ ചർച്ചയായതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. എല്ലാ ചാനലുകളിലും പല തരത്തിലും ഇതൊക്കെ വന്നതാണ്. പക്ഷേ എങ്കിലും നമ്മളത് വീണ്ടും ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പ്രധാനമാണ്. 27-നാണ് പരാതി. നേരത്തെ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ, സേനാപതി പറയുന്നത് കേട്ടാൽ പറഞ്ഞു പരാതി പറഞ്ഞ ഡോക്ടർ ആകെ കുഴഞ്ഞു, നിരാശപ്പെട്ട് പറഞ്ഞു. പക്ഷേ അരുൺ പറയുമ്പോൾ തീയതി വെച്ച് നമ്പർ വെച്ച് നോക്കൂ, ആ ദിവസം തന്നെ 4ാമത്തെ സർജറിയിലെ ഉപകരണത്തിന് കേട് സംഭവിക്കുന്നു. അപ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിന് വൈകാരികമായ വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം അതിന് ആധാരമായ ഒരു കാര്യവും അതിനകത്തുണ്ട്. നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, കാരണം ആ പയ്യൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ അരുൺ അത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ വിഷയം വരുമ്പോൾ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇതേ യൂറോളജി വിഭാഗത്തിൽ ചെയ്ത സർജറികളുടെ എണ്ണവുമൊക്കെ പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാത്ത വിധം ആ ഉപകരണം തകരാറ് പരിഹരിച്ച് ചൊവ്വാഴ്ച എത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേട്ടാൽ എത്രയോ മാസങ്ങളായ ആ ഡോക്ടർ ആകെ ബുദ്ധിമുട്ടി പരാതി പറഞ്ഞ് കയറി ഇറങ്ങി. അപ്പോൾ ഈ മാധ്യമ ബിൽഡപ്പ് കൂടി വരുമ്പോൾ എല്ലാവരും കേൾക്കുന്നവർ അങ്ങനെയായിരിക്കും വിചാരിക്കുക. അങ്ങനെ കയറി ഇറങ്ങിയിട്ട് ഒന്നും നടന്നില്ല. അവസാനം സഹികെട്ട് ഫേസ്ബുക്കിൽ വരുന്നത് വരട്ടെ, ജോലി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചെഴുതി എന്ന തരത്തിലേക്കാണ് അതിനെ ഈ മാധ്യമ നറേറ്റീവ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാക്കന്മാരും അതിനനുസരിച്ച് നിന്ന് ആടിക്കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു അനാരോഗ്യ വകുപ്പുണ്ടാകുന്നത്. ഞാൻ ആരോട് ചോദിക്കാൻ വന്നത്, പക്ഷേ ആരോഗ്യ വകുപ്പ് ആയതുകൊണ്ട് ഇതാ 2 ചെറിയ കാര്യങ്ങൾ, 2 ചെറുതെന്ന് ഞാൻ പറഞ്ഞതിനെ ലഘൂകരിച്ച് കാണുകയല്ല, 2 കാര്യങ്ങൾ കൂടി ഒന്ന് സ്പഷ്ടമായി സ്പർശിച്ചു പോകണം. ഇതിനിടയിൽ സ്റ്റെൻ്റ് ഇല്ലാത്തതുകൊണ്ട് സർജറികൾ ഈ പറഞ്ഞ പോലെ ആൻജിയോപ്ലാസ്റ്റി നടക്കാതെ പോകുന്നുണ്ടോ? അതുപോലെ തന്നെ പത്രങ്ങളിൽ വരുന്ന വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് നായ്ശല്യം, അതുപോലെ പേപ്പട്ടി വിഷബാധയുടെ പ്രശ്നം. അതും അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതാണ്. നേരത്തെ സേനാപതി അത് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അരുൺ, ഇവിടെ 2 ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. ഒന്ന്, ആദ്യം തന്നെ നമുക്കറിയാം, ഇത്തരത്തിലുള്ള നായ്ക്കളുടെ കടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തരത്തിൽ മുൻകരുതലായിട്ടുള്ള കുത്തിവയ്പ് എടുത്താലും ഞരമ്പിലേക്ക് നേരിട്ടുള്ള കടിയാണെങ്കിൽ ആ കടിയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പ് മാത്രമല്ല എല്ലാ വിദഗ്ധന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലേക്കുള്ള ഞരമ്പുകളിലുള്ള കടി, അത്തരത്തിൽ ഞരമ്പിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫെക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, അത് നേരെ തലച്ചോറിലേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വൈറസ് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്താലും ലോകത്തെ എല്ലാ രാജ്യത്തും പേ വിഷബാധയുടെ ഭാഗമായിട്ട് വിഷബാധ ഏറ്റതിന് ശേഷമുള്ള കുത്തിവയ്പ്പ് അത് കൂടുതൽ ഡാമേജ് വരാതെയുള്ള മുൻകരുതൽ എന്ന രൂപത്തിലുള്ള കുത്തിവയ്പ്പ് എടുത്താലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് നാം കാണുകയാണ്. അത് സാങ്കേതിക വിദ്യയുടെ തന്നെ ഒരു ദൗർബല്യമായിട്ട് നമ്മൾ കാണുകയാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്ന ആ മേഖലയിൽ
കുത്തിവയ്പ് എടുത്തവർക്കും അപകടം സംഭവിച്ചതിനെ കുറിച്ച് ഒരു രാജ്യത്തൊരിടത്തും ലോകത്തൊരിടത്തും കണ്ടുപിടിക്കാത്ത കാര്യമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. നിർഭാഗ്യകരമായിട്ടുള്ള അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഉപകരണം ഇല്ല എന്നതുകൊണ്ട് ശസ്ത്രക്രിയ വൈകലോ ചികിത്സ വൈകലോ ഒന്നും കേരളത്തിലില്ല. ഇതൊക്കെ പണ്ട് UDFന്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആശുപത്രിയുടെ ശോച്യാവസ്ഥ, രോഗികൾക്ക് അങ്ങ് ചെന്നാൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലുകളും 8ഉം 10ഉം നിലയുള്ള കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പുവരുത്തി. ഇത്രയധികം രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം എന്താ? മെച്ചപ്പെട്ട സൗകര്യമുണ്ട്, മെച്ചപ്പെട്ട ചികിത്സയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും കൂടുന്നതോടെ രോഗികളുടെ എണ്ണം കൂടും. അങ്ങനെ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തേണ്ടി വരും. അങ്ങനെ വൻ വികസനം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുകയാണ്. അത് കാണാതെ പോകരുത് എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ശരി, നമ്മളിപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി കാണുന്നതൊന്നും കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളല്ല. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, ജനറൽ ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ അടിസ്ഥാന മേഖലയിൽ ആശുപത്രി വികസനത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള വലിയ മികവിനെ കാണുന്നത് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. എന്തുവാവട്ടെ, നമ്മൾ ആരോഗ്യ മേഖല ആയതുകൊണ്ട് തന്നെ അതിനെ വളരെ വലിയ വിശ്വാസത്തോടെ ചേർത്ത് നിർത്തി തന്നെ പോകേണ്ടതാണ്, കാണേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണേണ്ടതല്ല എന്നുകൂടിയുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇവിടെ ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരുമ്പോൾ, ശ്രീ ജയചന്ദ്രൻ നേരത്തെ പറഞ്ഞാലേ ഒരു വർഷം OPയിൽ രജിസ്റ്റർ ചെയ്യുന്ന രോഗികളുടെ എണ്ണത്തിലാണ് ഈ വലിയ വർധന വന്നിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ആശുപത്രികൾ മാറിയതുകൊണ്ടും മികവ് വന്നതുകൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഡോക്ടറുടെ പരാതി, ആ പരാതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ചർച്ചകളിലൂടെ നൽകുന്ന ഒരു മാനത്തിൻ്റെ സ്വഭാവമുണ്ട്. നിരന്തരം കയറിയിറങ്ങി പരാജിതനായ ഒരു മനുഷ്യൻ്റെ, ഒരു ഡോക്ടറുടെ വേദനയായിട്ടാണ് അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ വസ്തുത എന്താണ് എന്നത് ഇപ്പോൾ അരുൺ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ചർച്ചകളിൽ ഈ കണക്കുകളും വിവരങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ ആളുകൾ ഇതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയാണോ? കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം ആകെ തകർന്നു എന്ന് ഇപ്പോൾ കെ മുരളീധരനൊക്കെ പറഞ്ഞത്, അനാരോഗ്യ വകുപ്പ്, വെന്റിലേറ്റർ എന്നാണ് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറഞ്ഞു. ആ നിലയിലേക്കൊക്കെ പറയുന്നവർക്കൊരു വലിയ ആശ്വാസമോ അഭിമാനമൊക്കെ തോന്നാം, പറഞ്ഞത് അങ്ങനെ പറഞ്ഞു വെച്ചല്ലോ എന്ന്. പക്ഷേ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? മാത്രമല്ല, മന്ത്രി അവതരിപ്പിച്ച കണക്ക് യഥാർത്ഥത്തിൽ ഈ ഡോക്ടറുടെ ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ പ്രതികരണം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തിൻ്റെ മികവിനെ കുറെ കൂടി ചർച്ച ചെയ്യുന്നതിന്, ജനങ്ങൾ മനസ്സിലാക്കുന്നതിന്, സർക്കാരുകളുടെ ഇടപെടലുകളെക്കുറിച്ച്, 16 മുതലുള്ള മാറ്റത്തെക്കുറിച്ച്, ഇടപെടലിനെക്കുറിച്ചൊക്കെ ആളുകളിലേക്ക് കുറെ കൂടി പോകുന്നതിനും യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിനും സർക്കാരിനും തന്നെയാണോ സഹായകരമായത്? ശരത്തെ, അതിൽ പിന്നെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നാകെ UDF ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം കേട്ടോ. അഡ്വൈസ് എന്ന് പറയുന്നത്, അവർക്കൊരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചൊരു ഉപദേഷ്ടാവുണ്ട് കോൺഗ്രസ്സിന്. അദ്ദേഹം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കഴക്കൂട്ടത്ത് മത്സരിച്ച് തോറ്റ ഡോക്ടർ SS ലാലാണ്. ഇന്ന് അദ്ദേഹം ഒരു ചർച്ചയിലും കണ്ടു ഉച്ചയ്ക്ക് ശേഷം. അവിടെ അദ്ദേഹം ആ ചർച്ചയിൽ പറയുകയാണ്, പിന്നെ കേരളത്തിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ വരുന്നത് മുഴുവനും പാവപ്പെട്ട രോഗികൾ മാത്രമാണ്, അല്ലാത്ത ആരും സർക്കാർ ആശുപത്രി വരുന്നില്ല. അപ്പോൾ ഈ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുഴുവൻ അഡ്വൈസും കൊടുക്കുന്നതെന്നുള്ളത് ഊഹിച്ചാൽ മതിയല്ലോ. അങ്ങനെ KPCCക്ക് കൊടുക്കുന്ന അഡ്വൈസ് സർക്കാർ ആശുപത്രികളുടെ പടി അടുത്ത കാലത്ത് ചവിട്ടാത്തത് കൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ ശ്രീ ജയചന്ദ്രൻ. സർക്കാർ ആശുപത്രികളുടെ പടി ചവിട്ടാത്തത് കൊണ്ടാകാം ഇങ്ങനെ. അതെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? പാവപ്പെട്ടാണ്. അപ്പം എനിക്ക് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തികട്ടി വന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, അമ്പലപ്പുഴ MLA ആണ് എച്ച് സലാമിന് കുറച്ച് സീരിയസ് ആയിട്ടായിരുന്നു ഒരു ഹാർട്ട് ഫെയിലിയർ വന്നത്. അദ്ദേഹം പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് 1 മാസത്തോളം ചികിത്സ നടത്തിയത്, സർജറി ഉൾപ്പെടെയുള്ള നടത്തിയത് അവിടെയാണ്. അതൊന്നും കാണാൻ ഈ ഡോക്ടർ SS ലാലിനെ പോലുള്ള ദന്തഗോപുരവാസികൾക്ക് കഴിയുന്നില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ പിന്നെ താങ്കൾ മുമ്പേ സൂചിപ്പിച്ച അരുണും പങ്കെടുത്ത ചർച്ചയുണ്ടായത് 2 ദിവസം മുമ്പ്. അതിൽ ആങ്കർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നേതാക്കന്മാരാരും സർക്കാർ ആശുപത്രിയിൽ വന്ന് ചികിത്സ നടത്താത്തത് ഡോക്ടർ ഹാരിസ്? അതിന് ഡോക്ടർ ഹാരിസ് പറയുന്നു, MIVയുടെ കാര്യം പറഞ്ഞു, പന്നൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമ്പലപ്പുഴ MLA എച്ച് സലാം 1 മാസത്തോളം ചികിത്സ നടത്തി, സർജറി ഉൾപ്പെടെ നടത്തി
വളരെ മിടുക്കനായി സുഖം പ്രാപിച്ച് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. മെഡിസിൻസ് ഇൻടേക്ക് വേണമല്ലോ, അത് മാത്രം. ഒരു സാന്ദർഭികമായ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ബജറ്റ് അവതരണത്തിന് കഴിഞ്ഞ ബജറ്റ് അവതരണത്തിന് ശേഷം ബജറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ആശുപത്രികളുടെ മികവിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി മെഡിക്കൽ കോളേജുകളെക്കുറിച്ചും അതിന് കൂടുതൽ സഹായം ഒരുപാട് ആളുകൾക്ക് പുറത്തുനിന്ന് നൽകാൻ കഴിയുന്ന തരത്തിൽ സ്കീം കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിക്കുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നത് പോലെ അങ്ങനെ താല്പര്യമുണ്ട് മലയാളികൾക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ അതൊക്കെ വേണ്ടതാണ് എന്ന് പറഞ്ഞ അത്തരം ആശയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോവിഡ് കാലത്ത് അദ്ദേഹം പറഞ്ഞതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ ആളാണ്. അതിനുശേഷവും അദ്ദേഹം ഇതുപോലെ തന്നെ ആശുപത്രിയിൽ ഏറെ നാൾ ചികിത്സ നേടിയ അനുഭവത്തിൽ ഏറ്റവും മികവോടെ നടക്കുന്ന നമ്മുടെ ആശുപത്രി സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത് താങ്കൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ശ്രീ ജയചന്ദ്രൻ പൂർത്തിയായിക്കോളൂ. അല്ലാതെ അത് തന്നെ വസ്തുതയാണ്, അടിസ്ഥാനപരമായ വസ്തുത തന്നെയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്, ഈ എനിക്കറിയാവുന്ന എത്രയോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫും ഉണ്ട്. 10 കൊല്ലം മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഒരു ഡോക്ടറുണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുള്ള ആളാണ്. അദ്ദേഹം 10 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് 10 കൊല്ലം മുമ്പാന്ന് ഓർക്കണേ, 2015 അന്ന് ഗൾഫിൽ 4-5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യപ്പെട്ടു സാലറി. അദ്ദേഹം പറഞ്ഞു എനിക്ക് അത്രയും പണം വേണ്ട, ഇവിടെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ച് ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അവിടെ പോയില്ല, ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. മിടുമിടുക്കനായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള എത്രയോ 10,000-കണക്കിന് ആൾക്കാർ നിരന്നു നിൽക്കുന്നൊരു പ്രസ്ഥാനമാണിത്. ഇവിടെ അങ്ങനെയൊന്നും തകർക്കാനായിട്ട് കോൺഗ്രസിൻ്റെ ഇത്തരം ഈ ചെപ്പടി വിദ്യകൾ കൊണ്ട് നടക്കില്ല. കാരണം ഈ ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നം ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞു നിർത്തിക്കൊള്ളാം ശരത്തെ. അതായത് ഈ പറഞ്ഞല്ലോ നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കാര്യം. അവിടെ ഇദ്ദേഹം ഡോക്ടർ ഹാരിസിന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ എന്താണ് മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിയുടെ സെക്രട്ടറി അടുത്തൊക്കെ പോയി ഇക്കാര്യത്തിൽ പരാതി പറയുന്നത്? HDS അവിടെ നിൽക്കുകയാണല്ലോ, HDSൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ. പിന്നെ ഒരു പരാതി ഉണ്ട് കേട്ടോ. ഒരു പരാതി എന്താണെന്നറിയാമോ ഉള്ളത്? എനിക്കും എൻ്റെ അന്വേഷണത്തിലും ശരിയാണെന്ന് തോന്നിയൊരു പരാതി. നമ്മുടെ ഡോക്ടർ രാജീവ് സദാനന്ദനല്ലോ, ഹെൽത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പർച്ചേസിന് റൂൾസ് വളരെ ലഘൂകരിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴവർക്കൊക്കെ എളുപ്പം വാങ്ങിക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ സ്വകാര്യ മേഖലയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പ്രൊസീജിയറൽ ഡിലേ എന്ന് പറഞ്ഞൊരു നടപടിക്രമമുണ്ട്. ആ പ്രൊസീജിയർ ഡിലേ ഉണ്ടാകാതെ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച ഈ പ്രശ്നം ഉണ്ടായി. ചൊവ്വാഴ്ചത്തേക്ക് പുതിയ ഉപകരണം വരുമെന്ന് പറഞ്ഞു, വന്നു, സർജറി നടത്തി. അപ്പോൾ അതിനെയാണ് പ്രൊസീജിയർ ഡിലേ ആയിട്ട് എല്ലാവരും കാണാം. പക്ഷേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ HR പറഞ്ഞാൽ ഉടനെ അത് പർച്ചേസ് ചെയ്ത് കൊടുക്കും. അവർക്ക് വേറെ പ്രൊസീജിയർ ഡിലേ നോക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൽ അങ്ങനെ കഴിയില്ല. അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. വ്യാപകമായ ജനങ്ങളുടെ അംഗീകാരം നേടിക്കൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യ മേഖല മൊത്തത്തിൽ പോകുന്നത്. എവിടെ നോക്കിയാലും ശരി. അത് താഴെയുള്ള ഇപ്പം പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഇല്ലല്ലോ ഇപ്പോൾ എവിടെയും, എല്ലായിടത്തും ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി, FHCകളായി. ആ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ആ ഒരു പ്രദേശത്തെ മുഴുവൻ ആൾക്കാർ അവിടെ ചെന്നല്ലേ എല്ലാ മാസത്തെ മരുന്ന് വാങ്ങുന്നത്. അതുപോലെ മേലോട്ട് റഫറൽ ഹോസ്പിറ്റലായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അതാണ് സ്ഥിതി. ആ സംവിധാനത്തെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലോ എന്ന കുപ്രചാരണം നടത്തി തകർക്കാനായിട്ട് കൃത്രിമ ലക്ഷ്യത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്തിയോ അത്? ഇല്ലല്ലോ. ശ്രീ സേനാപതി, ഇതിലൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് സംസാരിച്ചാൽ, നേരത്തെ ഒരു വർഷം OPയിൽ രജിസ്റ്റർ ചെയ്യുന്ന സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന പേഷ്യൻസിൻ്റെ കണക്കിൻ്റെ വലിയ അന്തരം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുമായി കണക്ട് ചെയ്ത് പറയാവുന്നൊരു പ്രധാനപ്പെട്ട ഒരു വർഷം ഈ സൗജന്യ ചികിത്സയ്ക്കായി സർക്കാർ ചെലവഴിക്കുന്ന തുക, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തത് 114 കോടിയായിരുന്നുവെങ്കിൽ ഈ കാലത്ത് LDF സർക്കാരിൻ്റെ ഈ കാലത്തത് 1498 ഒരു വർഷത്തെ എന്ന നിലയിലിരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ഇതടക്കമുള്ള വിപുലമായ താരതമ്യത്തിൻ്റെ ഒരു കണക്ക് മുന്നോട്ട് വെച്ചു. സംവാദം പ്രധാനമാണെന്നേ. ഒരു അനാവശ്യമായ വസ്തുതകളില്ലാത്ത ഒരു വിവാദം രൂപപ്പെടുകയും കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തെയും ആരോഗ്യവകുപ്പിനെയും അത് ദോഷകരമായി ബാധിക്കും വിധത്തിലേക്ക് വളർത്തിയെടുക്കാൻ തൽപരകക്ഷികൾ നിൽക്കുമ്പോൾ കണക്കുകൾ വെച്ച് സംവാദത്തിനാകാം എന്നൊരു ആരോഗ്യമന്ത്രി പറഞ്ഞാൽ എന്താണ് അപാകത? മുമ്പ് ഇതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിന്ന് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ച നടക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ മന്ത്രിമാരുമായിട്ട് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ മന്ത്രി അത്ര കോൺഫിഡൻ്റായി ഈ കണക്കുകൾ അവതരിപ്പിച്ച് ചർച്ചയും സംവാദവും ആകാം എന്ന് പറയുമ്പോൾ എന്തേ മടിക്കുന്നു? അതിനർത്ഥം ഇങ്ങനെ അവിടെയും ഇവിടെയും കിട്ടുന്ന ചില വിവരങ്ങളെ വെച്ച് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ധാരണയും ഇതേക്കുറിച്ചില്ല എന്നല്ലേ വരുന്നത്? നേരത്തെ ഡോക്ടർ ഹാരിസിൻ്റെ പരാതിയെക്കുറിച്ച് താങ്കൾ കൊടുത്തൊരു നറേറ്റീവ് എന്താണ്?
ഒരു ആഖ്യാനം എന്തായിരുന്നു? അരുൺ പറഞ്ഞപ്പോൾ അത് തീർന്നില്ലേ? അരുൺ വളരെ കൃത്യമായി തീയതി വെച്ച് പറഞ്ഞില്ലേ? അന്ന് തന്നെ 3 സർജറി കഴിഞ്ഞു, 4ാമത്തെ സർജറിയിലാണ് ഉപകരണം കേടാകുന്നത്. സ്വാഭാവികമായും ആ ഡോക്ടർ നിരാശനാകും. ആ നിരാശ അദ്ദേഹം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ വരുമ്പോഴല്ലേ ഒരു മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ച് സംസാരിക്കുക? അങ്ങനെയാണെങ്കിൽ അത് വെച്ച് സംസാരിക്കാൻ ആ വെല്ലുവിളി അല്ലെങ്കിൽ ആ ആവശ്യം ഏറ്റെടുക്കാൻ പ്രതിപക്ഷം തയ്യാറാകണ്ടേ ചർച്ചയ്ക്ക്? ശരത്തെ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ ഹാരിസ് ഈ 3 ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഉപകരണം കേടായ കാര്യമല്ല. 3 മാസമായി അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടിയുടെ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി, അതായത് മൂത്രത്തിൽ കല്ലിന് വേണ്ടി ഇവൻ അനുഭവിക്കുന്ന വേദന കണ്ട് ഇവൻ്റെ പരീക്ഷ ഇതിനിടെ എഴുതി ആ പരീക്ഷയ്ക്ക് നല്ല മാർക്കും മേടിച്ച് ഇവൻ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 3 മാസമായി തൻ്റെ മുമ്പിൽ കയറിയിറങ്ങുന്ന ദയനീയമായ കാഴ്ച കണ്ടത്. ശ്രീ അരുൺകുമാറിനും ജയചന്ദ്രൻ സാറിനും അതിനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും വിവക്ഷിക്കാം, അത് കുഴപ്പമില്ല. പേഷ്യൻസിൻ്റെ എണ്ണം ആശുപത്രിയിൽ കൂടുന്ന കാര്യം പറഞ്ഞു. അത് എന്താണ് എന്നുള്ളത് നമ്മൾ ഇനിയും പഠനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം കോവിഡ് കാലത്ത് എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞു, ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 27,000 മരണം അത് രജിസ്റ്റർ ചെയ്യപ്പെടാതെ മൂടി വെച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കരുത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് നിങ്ങളിങ്ങനെ വാനോളം പുകഴ്ത്തുന്ന ഈ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്നത്? ഇവിടെ അങ്ങ് ചികിത്സിച്ചാൽ മതിയല്ലോ, കേരളത്തിലെല്ലാം ഭദ്രമാണെങ്കിൽ. മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ BMW ഉള്ള ആളുകളാണ് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി വരുന്നത്. സാർ, കേരളത്തിലെ എന്താ പറയുക, ആശുപത്രികളിൽ ഇപ്പോൾ ചെല്ലണം ഈ മഴക്കാലത്ത്. പനി, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കേരളം പനിക്കിടക്കയിലാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അത് വിവിധ തരങ്ങളായ പനികൾ. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ചെല്ലുമ്പോൾ ആവശ്യത്തിന് മരുന്ന്, സർജറിക്കുള്ള എന്താ പറയുക, അതിനുള്ള മെഷീനറികൾ, മറ്റനുബന്ധ സൗകര്യങ്ങൾ, ഇതൊന്നുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടുന്നു. അതിന്റെ പേരിൽ സമീപകാലത്ത് പ്രതിപക്ഷം നടത്തിയ ഒരു സമരത്തെ കുറിച്ചൊന്ന് പറയാമോ? സമീപകാലത്ത് പ്രതിപക്ഷം ടേക്കപ്പ് ചെയ്ത ഒരു സമരത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? പ്ലീസ് കേക്ക്. ഞാനൊരു ചർച്ചയ്ക്ക് എനിക്ക് മുമ്പ് അങ്ങനെ ഒരു എന്നിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം, ഞാനൊരിക്കലും അങ്ങനെ ഒരു പ്രകോപിതനായി ആകാൻ പാടില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നയാൾ. അതുകൊണ്ട് ഞാൻ ശരത്തെ അങ്ങ് ചോദിക്കുന്നതിൽ പ്രകോപിതനാകാനോ ഇതിനൊന്നും ഞാൻ തയ്യാറല്ല. മുമ്പേ ഇവിടെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യത്തിന്, അരുൺകുമാർ പറഞ്ഞത് പട്ടി കടിക്കുന്നത് ഞരമ്പിൽ, ഇപ്പൊ പട്ടിയോട് നിങ്ങൾ ഞരമ്പിൽ കടിക്കരുത്, കാലിൽ മാത്രമേ കടിക്കാവൂ എന്നൊന്നും നമുക്ക് ആർക്കും നിർദ്ദേശം കൊടുക്കാൻ പറ്റത്തില്ല. അതിനാവശ്യമായ ചികിത്സകൾ ഒരുക്കുക എന്നുള്ളതാണ്. ഞാൻ ബജറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് വെളിപ്പെടുത്തിയ ഒരു കാര്യം, മെഡിക്കൽ കോളേജിന് അനുവദിച്ചിരുന്ന തുക എത്രയായിരുന്നു? അത് 327 കോടി രൂപ, 400 കോടി രൂപ. അതിൽ 145 കോടി രൂപ ലഭിച്ചിട്ടില്ല. അത് വെട്ടിച്ചുരുക്കിയെന്നാണ് പറയുന്നത്. ആ വെട്ടിച്ചുരുക്കലിന്റെ ഒക്കെ പരിണിത ഫലമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി അരുൺകുമാർ എന്നോട് പറഞ്ഞു ഡേറ്റാസും എന്താ പറഞ്ഞ കണക്കുകൾ. ആ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അരുൺകുമാറിനെ ഓർമ്മപ്പെടുത്തുന്നു. അരുൺകുമാർ നാഷണൽ ഹെൽത്ത് അക്കൗണ്ടിന്റെ 2024 കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അതായത് റിപ്പോർട്ടിലെ കണക്ക് പ്രകാരം ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം ഉണ്ടാകുന്ന ചെലവിന്റെ 32% മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. ഇത് ഉത്തർപ്രദേശ് മാത്രമാണ് ഈ കാര്യത്തിൽ കേരളത്തിന് പിന്നിൽ നിൽക്കുന്നത്. അതിന്റെ കണക്ക് തമിഴ്നാട് 52% ചെലവഴിക്കുന്നു, കർണാടകം 64% ചെലവഴിക്കുന്നു, മധ്യപ്രദേശ് 52%, ഹിമാചൽ പ്രദേശ് പോലും 57.5%, അസ്സാമാണ് ഏറ്റവും കൂടുതൽ 64%. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകോപിപ്പിക്കാനല്ല, ഈ ഏതെങ്കിലും സ്റ്റേറ്റ് കേരളത്തെക്കാൾ മികവിൽ മുൻപിൽ നിൽക്കുന്നവരാണോ സർവീസിൽ, ഹെൽത്ത് സർവീസിൽ? ചോദ്യത്തിലുള്ളൂ. തീർന്നു. ആരോഗ്യ രംഗത്ത് മൊത്തം ചെലവഴിക്കപ്പെടുന്ന തുകയുടെ 32% മാത്രമേ കേരളത്തിൽ ചെലവഴിക്കുന്നുള്ളൂ. ബാക്കി ആളുകൾ അവരുടെ പോക്കറ്റിൽ നിന്ന്, അതിന് മെഡിക്കൽ ശാസ്ത്രത്തിൽ അവർ പറയുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ്. അതായത് 32.5% മാത്രമാണ് കേരളത്തിൽ ചെലവഴിക്കുന്നത്. നമ്മൾ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നിൽ എന്ന് നിൽക്കുമ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖല, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ, നിങ്ങളും ഞാനും ഒക്കെ കാണുന്ന TV ചാനലിൽ വാർത്തയ്ക്ക് മുമ്പും പിൻപും ഒക്കെ പരസ്യങ്ങൾ കൊടുക്കുന്ന ആശുപത്രികൾ,
അത്തരത്തിലുള്ള ആശുപത്രികളും അവർ നടത്തുന്ന Okay. സേവനങ്ങളും അതെല്ലാം കൂടെ കൂടുന്നതിന്റെ മൊത്തം ആരോഗ്യ മേഖലയിലെ ചെലവിന്റെ 32% മാത്രമാണ്. യെസ്, ക്ലിയർ. താങ്കൾ അത് ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. പറഞ്ഞു വെച്ചു. യെസ്, ക്ലിയർ ക്ലിയർ ക്ലിയർ. അരുൺ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ ഡോക്ടർ ഹാരിസിന്റെ പരാതിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായി അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് അതിൽ പറയാനുള്ള വിശദീകരണം? രണ്ട്, നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിനെ കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിക്കുന്ന വിഹിതത്തിൽ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വിഷയം അവതരിപ്പിക്കുന്നു. കോവിഡ് മരണം മറച്ചുവെച്ചു എന്ന സാഹചര്യം വെറും പുകഴ്ത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്നതടക്കം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഒന്ന് എങ്ങനെ സമീപിച്ചെന്ത് വിശദീകരണം താങ്കൾ പറയും? ഞാൻ രണ്ട് ചോദ്യങ്ങൾ ശ്രീ സേനാപതിയോട് ചോദിച്ചിരുന്നു. അത് അദ്ദേഹം അതിന് വഴങ്ങിയില്ല, കേട്ടില്ല. പക്ഷേ പ്രേക്ഷകരത് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. മടങ്ങി വരാം ശ്രീ സേനാപതിയിലേക്ക്. അരുൺ, മറുപടി. ഈ പോയിന്റ്സ് ഒന്ന് കവർ ചെയ്ത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒറ്റ കാര്യം, ഈ കോവിഡ് തന്നെ കോവിഡ് മരണം തന്നെ എടുക്കാം. എത്ര മാസം നമ്മളെ വേട്ടയാടി, എത്ര വർഷത്തോളം, 2-3 വർഷത്തോളം നമ്മൾ വേട്ടയാടിയില്ലേ? ഇപ്പോഴും പ്രധാനപ്പെട്ട ചർച്ച വരുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ കോവിഡ് കേരളത്തിന്റെ മരണം മറച്ചു വെച്ചു എന്ന്. ആരാ മറച്ചു വെച്ചേ? മറ്റു സംസ്ഥാനങ്ങളിൽ 100 മരണം രേഖപ്പെടുത്തുമ്പോൾ അത് 1 മരണം എന്ന രൂപത്തിൽ രേഖപ്പെടുത്തി ലക്ഷക്കണക്കിന് കോവിഡ് മരണം മറച്ചു വെച്ചു എന്നുള്ള ആധികാരികമായിട്ടുള്ള വിവരം കഴിഞ്ഞ മാസം പുറത്തു വന്നില്ലേ? ഗംഗയിലും യമുനയിലും എല്ലാം ഒഴുകിയ ശവശരീരങ്ങൾ കോവിഡ് മൂലം മരിച്ചവരെ മറവ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം നമ്മൾ കണ്ടില്ലേ? കേരളം കൃത്യമായി എവിടെയാണോ മരണപ്പെടുന്ന ആശുപത്രി അവിടെ നിന്ന് നേരെ ജില്ലാ കേന്ദ്രത്തിലേക്ക് കണക്കെത്തിക്കും, ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന കേന്ദ്രത്തിലേക്ക് കണക്കെത്തിക്കും. ഓരോ ദിവസം 6 മണിക്ക് മുമ്പ് എത്ര മരണം എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമല്ലേ? ഇപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കുകളും മറച്ചുവെച്ച ലക്ഷക്കണക്കിന് മരണത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടും ഇനി നിങ്ങൾ ഇങ്ങനെ നുണ പറയരുത് എന്നത് മാത്രമേ പറയാനുള്ളൂ. രണ്ട്, അങ്ങ് ചോദിച്ചു ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏതെങ്കിലും സമരം കോൺഗ്രസ് അടുത്ത കാലത്ത് നടത്തിയോന്ന്. ഒരൊറ്റ ദിവസവും നടത്തിയില്ല, ആകെ ഇന്നും നടത്തി. എന്താ കാര്യം എന്നറിയോ? ഇന്ന് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിട്ട് 11 മാസം പൂർത്തീകരിച്ചു. ഈ വരുന്ന 30-ാം തീയതി വരുമ്പോൾ 1 കൊല്ലം പൂർത്തീകരിക്കും. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ 3ാമത്തെ ഉരുൾപൊട്ടലാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. 3 വാർഡ് ഒലിച്ചുപോയി, 500ഓളം ആളുകൾ മരിച്ചു. അവിടെ 30 വീട് കൊടുക്കും. ഒരു വീടിന് 8 ലക്ഷം രൂപ, 2,40,00,000 രൂപ ഞങ്ങൾ പിരിക്കുമെന്ന് പറഞ്ഞ് പിരിവിനിറങ്ങി. ആരാ? യൂത്ത് കോൺഗ്രസ്. ഈ കോൺഗ്രസ് പ്രതിനിധിയുടെ യൂത്ത് കോൺഗ്രസ്. അതിനുശേഷം പിരിച്ചു, കോടിക്കണക്കിന് പിരിച്ചു. ഒരൊറ്റ വീടും പണത് കൊടുത്തില്ല, ഒരാൾക്ക് നയാ പൈസയും കൊടുത്തില്ല. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഗവൺമെന്റ് സംവിധാനത്തെ ഞങ്ങൾ പണം ഏൽപ്പിക്കില്ല. വേണ്ട, നിങ്ങൾ നേരിട്ട് കൊടുത്തോ. നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പിൽ തന്നെ ചോദ്യം വന്നില്ലേ? അപ്പൊ പറഞ്ഞു 83 ലക്ഷം രൂപയെ പിരിച്ചോളൂ. ആ പണം എവിടെ? അതിനെതിരെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലുമെല്ലാം ഉയർന്നു വന്ന വലിയ ആക്ഷേപങ്ങളെ ഇത്രയും പാവപ്പെട്ടവരെ ചതിച്ച അഴിമതി നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെതിരെ ഉയർന്നു വന്ന വികാരത്തെ തണുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചില സമര കോലാഹലങ്ങൾ ഇന്ന് നടത്തി. ആ സമര കോലാഹലങ്ങൾ നടത്തിയത് യഥാർത്ഥത്തിൽ ആ ഡോക്ടർ ഉന്നയിച്ച ഉപകരണത്തിന്റെ കുറവെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് ബോധ്യമായിട്ട് തന്നെയാണ്. അപ്പൊ അതൊന്നും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നല്ല. ഇതുവരെ ഒരു ജെനുവിൻ കോസോട് കൂടി സമരം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് നടത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഒരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നില്ല എന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ജൂൺ മാസം കഴിഞ്ഞല്ലോ. സ്കൂൾ മേഖലയിൽ നമുക്കറിയാം, ഓരോ തവണ അധ്യയന വർഷം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ എത്രയോ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വിവിധങ്ങളായ വിദ്യാർത്ഥി സംഘടനകൾ നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു പ്രക്ഷോഭമോ ഒരു അവകാശ പത്രിക പോലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഒരു പരാതി പോലും ഇല്ല. അത്തരത്തിൽ അഡ്രസ്സ് ചെയ്ത് എല്ലാ മേഖലയും കരുത്തോടെ മുന്നോട്ട് പോകുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു കുട്ടികൾ പേവിഷബാധയേറ്റ് മരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ച എല്ലാം നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസർ രോഗം മെച്ചപ്പെട്ട ചികിത്സ കൊടുത്താലും ചില അവയവങ്ങൾക്ക് ക്യാൻസർ വന്നാൽ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പൊ ഡോക്ടർമാർ തന്നെ പറയാറുണ്ടല്ലോ, ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചാലും ചില ഘട്ടത്തിൽ കൈവിട്ടു പോകും. അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വരികയല്ല ചെയ്യേണ്ടത്. ബദലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ യോജിച്ച പോരാട്ടം നടത്തുക. നമ്മുടെ ആരോഗ്യ മേഖലയിലെല്ലാം യോജിച്ച പോരാട്ടം നടത്തേണ്ട സമയം തന്നെയാണ്. കാരണം ലോകത്തിന് മാതൃകയായി നമ്മൾ കുതിച്ച് മുന്നേറി. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. കാരണം കൂടുതൽ ആളുകൾ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് ആരോഗ്യ മേഖലയിൽ വരിക. ഒരു പനി ബാധിച്ച് ചെന്നാൽ തന്നെ എല്ലാ പരിശോധനയും നടത്തി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളുണ്ട്. അവരുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് എങ്ങനെയെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കണം. വീണ ജോർജിനെ കൃത്യമായി ആക്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യം തകർത്താൽ അവരുടെ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളിൽ രോഗികളുടെ എണ്ണം കൂടും. അത്തരത്തിൽ അവർക്ക് ലാഭം കിട്ടും. അതാണ് ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയിലും അത് തന്നെയാണ്. വലിയ ബമ്പന്മാർ വന്ന് പൊതുവിദ്യാലയത്തെ തകർക്കാൻ നോക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് കഴിയണം. എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായി പ്രതിപക്ഷം അതമ്പതിക്കരുത്. ശരിയായ കാര്യങ്ങളെ അംഗീകരിക്കണമല്ലോ.
ഈ വന്ന മാറ്റം ഇപ്പോൾ നേതാക്കന്മാർ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകണ്ടോ? കണക്കുകളൊക്കെ പുറത്തു വന്നില്ലേ? എല്ലാവരും മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലാണ്. വിശ്വസിച്ച് പോകാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ ഏറ്റവും ബാലിശമായിട്ടുള്ള കാര്യങ്ങളെടുത്ത്, ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് ആക്രമിക്കാൻ വരികയല്ല ചെയ്യേണ്ടത്. ഈ നാടിന്റെ നേട്ടം, കേരളത്തിന്റെ നേട്ടം ആരുടെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടമല്ലല്ലോ, എല്ലാവരുടെയും നേട്ടമാണ്. മുഴുവൻ കേരളീയരുടെയും നേട്ടമാണ്. ഈ രാജ്യത്തിന്റെ നേട്ടമാണ്. ലോകത്തിന് മാതൃകയായി കേരളത്തെ ഉയർത്തിപ്പിടിക്കുമ്പോഴും നമ്മൾ എന്താ പറയണേ? നമ്മുടെ കേരളം, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് നമ്മുടെ ഞരമ്പുകളിൽ എന്നല്ലേ നമ്മൾ പാടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ പോകാതെ വസ്തുതകൾ മനസ്സിലാക്കാൻ താങ്കൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കൂ. ഏതായാലും കോവിഡ് കാലത്തെ മരണത്തെക്കുറിച്ച് ഞാനൊരു ഫാക്ട് മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് വന്ന കണക്കിൽ 21 ലക്ഷം മരണങ്ങളാണ് ആ കാലത്ത് രാജ്യത്തെ സംസ്ഥാനങ്ങൾ മറച്ചുവെച്ചത് എന്നാണ് ആ കണക്ക് ആധികാരികമായി പുതുക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് 95,000, 1 ലക്ഷത്തിനടുത്തായിരുന്നു ആ കണക്ക്. അങ്ങനെ ഓരോ സംസ്ഥാനവും ഒട്ടും മോശമല്ലാത്ത വിധം ഈ കണക്കുകൾ മരണനിരക്ക് കുറച്ചു വെച്ചതുമായി ബന്ധപ്പെട്ടതിൻ്റെ ശരിയായ കണക്ക് എന്ന നിലയിൽ അതിൽ ഏറ്റവും അവസാനത്തെ സംസ്ഥാനത്തിൻ്റെ ഇടത്ത് വരുന്നതാണ് കേരളം എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ രോഗികളുടെ എണ്ണം, മരണം ഒക്കെ അതാത് ദിവസങ്ങളിൽ അന്ന് അങ്ങനെ രജിസ്റ്റർ ചെയ്തു പോയതുകൊണ്ടാണ് ആ നിലയിലേക്ക് നമ്മൾക്ക് ആ കണക്കിൽ വലിയ വ്യത്യാസമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും മറ്റ് സംസ്ഥാനങ്ങൾ മറച്ചുവെച്ചത് വർഷങ്ങൾക്ക് ശേഷം നാടറിയുകയും ചെയ്തത്. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, ഇന്നത്തെ ഒരു ദിവസം ഈ വിഷയത്തെ, ഞാനതാണ് നേരത്തെ ശ്രീ സേനാപതിയോട് ചോദിച്ചത്, ഇത്ര ആരോഗ്യരംഗം പോലൊരു രംഗത്ത് ഗൗരവമായ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ സമരം ചെയ്ത് തിരുത്തിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നിങ്ങൾ ഈ സമീപകാലത്ത് ചെയ്ത ഒരു അനുഭവം ഏതാണ് എന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അതിൽ കയറി പിടിച്ചത് അരുണാണ്. അരുൺ ചോദിച്ചു, ഒരു സമരവും ചെയ്തിട്ടില്ല. ഇന്ന് സമരം ചെയ്തതിൻ്റെ കാരണം ഇന്നത് ആ ഉപകരണത്തിൻ്റെ പ്രശ്നമടക്കം പരിഹരിച്ച് അവിടെ സർജറി അടക്കം പുനരാരംഭിച്ച ഘട്ടത്തിൽ ഒരു സമരവുമായി ഇന്ന് DCCകളെ രംഗത്തിറക്കി. അത് വയനാടുമായി ബന്ധപ്പെട്ട് പിരിച്ച പണം എവിടെ എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുന്നത് വലിയ വാർത്തയും ചർച്ചയുമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സംഭവിച്ചതാണ്. മറുഭാഗത്ത് 20 വീട് വെച്ചു കൊടുക്കാൻ ഇറങ്ങിയ DYFIക്കാർ 100 വീട് വയ്ക്കുകയാണ്. 20,47 ലക്ഷം കൊടുത്തു കഴിഞ്ഞു സർക്കാരിലേക്ക്. ഇവിടെ 30 വീടിന് തുച്ഛമായ പൈസ വെച്ച് ഏതാണ്ട് പിരിക്കുമെന്ന് പറഞ്ഞതിൽ 88 ലക്ഷം കിട്ടിയിട്ടും ഒന്നും കൊടുത്തിട്ടില്ല. അതെവിടെ എന്ന ചോദ്യത്തിന് മൗനമാണ് ഉത്തരം. ആ ദിവസമാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് അരുൺ പറഞ്ഞത് തള്ളിക്കളയേണ്ട ഒരു രാഷ്ട്രീയ ആക്ഷേപമാണോ? അതിഭയങ്കരമായ ഇത് പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല ശരത്തേനകത്തുള്ള അതിഭയങ്കരമായ ആത്മവഞ്ചനയല്ലേ പിന്നെ കേരളീയരോട് ഈ കൂട്ടർ കാണിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് എന്നുള്ള ആ സംഘടനയുടെ പേരിൽ എത്ര വലിയ ആത്മവഞ്ചനയാണ് ഒരു സമൂഹത്തോട്, ഒരു സംസ്ഥാനത്തോട് ആ പ്രസ്ഥാനം കാണിക്കുക എന്നുള്ളത്. ഇവരുടെ ആരുടെയും മനസാക്ഷി എന്നൊന്നും ഉണ്ടെങ്കിൽ ഒന്ന് ഒച്ചത്തിലൊന്ന് ചോദിക്കാനെങ്കിലും ആരെങ്കിലും തയ്യാറാവേണ്ടേ? നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നതെന്ന് വേണ്ടേ? അപ്പോൾ അതുപോലും ചോദിക്കാൻ വയ്യാത്ത വിധം അത്രമേൽ മരവിച്ച ഒരു മനസ്ഥിതിയായിട്ട് കഴിയുന്നവർ എന്തൊക്കെയാണ് പിന്നെ ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് ആലോചിച്ചാൽ നമ്മൾ തന്നെ നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നും. ഇപ്പോൾ താങ്കളിത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഇന്ന് ദേശീയ നേതാവുണ്ടല്ലോ, കേരളത്തിലെ ദേശീയ നേതാവ്, കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവ് KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ വേറൊരു പിന്നെ പ്രസ്താവന ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അത് ഇതല്ല, ഈ വയനാടല്ല പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പുതിയ DGP വന്നല്ലോ, അത് കേന്ദ്ര സർക്കാരും CPM-ഉം തമ്മിലുള്ള പാലമാണത്രേ. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് അത് കേട്ട ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു സംഗതി, ഇതേ നേതാവ് ലോക്നാഥ് ബെഹ്റ ഇവിടെ DGP ആയല്ലോ, ഇതേ വാചകം അന്നും പറഞ്ഞു. അദ്ദേഹം ഇത് എഴുതി ഇങ്ങനെ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, ഇത് കടലാസ് മടക്കി. അന്നും പറഞ്ഞത് പിണറായി വിജയൻ BJP നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നതിനുള്ള പാലമായിട്ടാണ് ബെഹ്റയെ DGP ആക്കിയത്. ഇതേ നേതാവ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ ഇന്ന് പറയുകയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രക്രിയ നടക്കുന്നതെന്നുള്ളത് അറിയാൻ വയ്യാത്ത ഒരാളാണോ ആലപ്പുഴ എന്നുള്ള ലോക്സഭാംഗമായി പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്, PSCയുടെ ചെയർമാനായിരിക്കുന്നതൊക്കെ നമ്മൾ അന്തം വിട്ടു പോവില്ലേ? ഇതെങ്ങനെയാണ് UPSC ആണല്ലോ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അവരാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. പക്ഷേ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ഈ പാനൽ ചർച്ചയിലുള്ള ശ്രീ സേനാപതി വേണു, അദ്ദേഹം അരുൺകുമാറിനെ പരിഹസിക്കാനായിട്ടാണെങ്കിലും പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, പട്ടിയോട് പറയാൻ പറ്റുമോ, കാലിലെ കടിക്കാമോ? അങ്ങനെയല്ല സർ. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് മസിലിലെ കടി,
മറ്റൊന്ന് വെയിനിലെ കടി. ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് സയൻസ് കാണുന്നത്. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള നിലപാടാണ്, സയൻസിൻ്റെ നിലപാടാണ്. മസിലിൽ കടിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ആഘാതം വരിക, വെയിനിൽ കടിച്ചാൽ അതിൻ്റെ ആഘാതം എങ്ങനെയാണ് വരിക, അത് ഡയറക്റ്റാണ് ബ്രെയിനിലേക്ക് ചെല്ലുക, പിന്നെ അണുബാധ ഉണ്ടാവുക. ഇതാണ് അരുൺ പറഞ്ഞത്. അതിനെ താങ്കൾ എത്ര പിന്നെ ഈ മോശമായിട്ടാണ് അല്ലെങ്കിൽ വികൃതമായിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളോട് നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടത്, അങ്ങനെയാണോ എന്നുള്ളത് ഞാൻ അങ്ങയോടൊരു സജഷനായിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ശ്രീ സേനാപതി വേണു, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്താണ് എന്ന് അന്വേഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തനം. താങ്കൾ സാധാരണ ഒരു കോൺഗ്രസ് ചർച്ചയ്ക്ക് വരുന്ന കോൺഗ്രസ്സുകാരെ പോലുള്ള ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തുറന്നങ്ങ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളാണെങ്കിൽ ചോദിക്കുകയില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. മസിലിന് കിട്ടുന്ന കടിയും വെയിനിന് കിട്ടുന്ന കടിയും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇക്കാര്യങ്ങൾ. താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഇത് പിന്നെ ഈ വയനാട്ടിലെ വിഷയത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന എത്രത്തോളം ആത്മവഞ്ചനാപരമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ആത്മവഞ്ചന ഇനിയും എത്രത്തോളം തീവ്രമായും തീക്ഷ്ണമായും സ്വാർത്ഥപരമായി തുടരാം. അതിനാണല്ലോ പോക്കറ്റിൽ കാശുണ്ടാവുന്നത്, ഇത് കണക്കില്ലാതെ പോകുന്നത്. അതുകൊണ്ടല്ലേ ആലപ്പുഴ ഇന്നലെ മിനിഞ്ഞാന്നും ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ ചോദ്യം വന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് മിണ്ടിയില്ല. ഇതാണ് അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആരോഗ്യരംഗം വെന്റിലേറ്ററിലോ എന്ന് പറഞ്ഞ പുതിയ ചർച്ചയുമായിട്ട് വരുന്ന കോൺഗ്രസിനെ കാണുന്നത്. ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എനിക്ക് പറയാം. ഞാൻ ഏതായാലും ഈ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന ഈ വിഷയത്തിൽ എനിക്ക് സേനാപതിയുടെ കോൺഗ്രസ് വിശദീകരണം മറുപടി ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഈ ദുരന്തബാധിതരുടെ കാര്യത്തിൽ കാട്ടുന്ന അലംഭാവം പോലും ക്രൈമാണ് എന്നുള്ളതാണ്. ആ 88 ലക്ഷം രൂപ എവിടെ എന്ന് പോലും പറയാതെ നിൽക്കുന്നത് എത്രമാത്രം വലിയ കുറ്റകൃത്യമാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ തെരുവുനായ്ക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ കേന്ദ്ര സമീപനം, കേന്ദ്ര ചട്ടം, നിയമം എത്രമാത്രം സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നതിനെ ദുർബലപ്പെടുത്തുന്നു എന്ന് അറിയാത്ത ആളല്ല ശ്രീ സേനാപതി. നമ്മളെല്ലാവരും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ്. ഒരു ഘട്ടത്തിൽ ഈ തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം ശക്തമാക്കാൻ മൃഗ സംരക്ഷണ വകുപ്പിനെ, വെറ്റിനറി ഡോക്ടർമാരെ സജ്ജമാക്കി മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഉടൻ വന്നു കേന്ദ്രത്തിൻ്റെ പുതിയ ചട്ടം. അങ്ങനെ പോകുന്ന വെറ്റിനറി ഡോക്ടർമാർക്ക് ഏറ്റവും അധികം ഈ തെരുവ് നായ്ക്കളെ അല്ലെങ്കിൽ നായ്ക്കളെ വന്ധ്യംകരണം ചെയ്തതിൻ്റെ അനുഭവ പരിചയമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നിബന്ധന വന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സുപ്രീം കോടതിയിൽ വരെ കേരളത്തിൽ നിന്ന് പോയ തെരുവുനായ്ക്കളുടെ ശല്യം തടയണം, നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നൊരു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയിൽ പോയൊരു അനുഭവം നമ്മുടെ മുമ്പിൽ കാണാം. അങ്ങനെ ഈ പറഞ്ഞ വന്യമൃഗങ്ങൾ പോലെ തന്നെ നമ്മൾ നാട് നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് സ്വതന്ത്രമായി ഇതിലൊക്കെ എത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നു ഒരു സംസ്ഥാനത്തിന് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി ആലോചിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ചർച്ചയുടെ ഭാഗം ആയി കാണാം, അല്ലാതെയും എടുക്കാം. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണല്ലോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി അവർക്ക് വീട് വെച്ച് കൊടുക്കാനായി പിരിച്ച പണം എവിടെയെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ തന്നെ ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുന്നു. ഇതൊക്കെ ഒരു ആക്ഷേപത്തിന് പോലും ഇടവരുത്താതെ, അഴിമതി സംശയിപ്പിക്കാതെ, അഴിമതി ആരോപണം ഉയരാതെ എത്ര സുതാര്യമായി ചെയ്യേണ്ടതാണ്. ഈ വലിയ ചർച്ചയും വലിയ വിവാദവുമാണ്. ഒരു ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ നേതൃത്വത്തിന് കഴിയുന്നുമില്ലല്ലോ. വളരെ ഗൗരവമായ ചോദ്യം ഉയരുന്നല്ലോ സേനാപതി, എന്ത് മറുപടി? അല്ല, ഗൗരവമായ ചോദ്യത്തെ ഗൗരവമായിട്ട് തന്നെ കാണുന്നു. അതിനു മുമ്പ് ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞില്ലായിരുന്നു. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ വക്താവ് എന്ന് വളരെ പുച്ഛത്തോടു കൂടി, അത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അതിനെ പ്രതികരിക്കില്ലായിരുന്നു. കാരണം അങ്ങേപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കോൺഗ്രസിന്റെ ഒരു ദേശീയ വക്താവിനെ വളരെ പുച്ഛത്തോടു കൂടി അങ്ങ് സംസാരിച്ചത്. കോൺഗ്രസിന്റെ ദേശീയ വക്താവും സംഘടനാ കാര്യത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ, ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം. അപ്പം അദ്ദേഹത്തിന്റെ ആ പുച്ഛം അത് അങ്ങേപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് ഉചിതമായില്ല എന്നുള്ള ഒന്ന്. രണ്ട്, സർ, KC വേണുഗോപാലിന്റെ സംശയം അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പ്രതിപക്ഷമാണല്ലോ. P ജയരാജന് ഉയർത്തിയൊരു സംശയമുണ്ടല്ലോ, അതിനെന്താ നിങ്ങൾ മറുപടി പറയാത്തത്? റാവഡ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാവ്, കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് പദവി ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേ ഉള്ളൂ, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റി ബ്യൂറോയിലും ഇല്ല. പക്ഷേ അദ്ദേഹം കേരളത്തിലെ CPM-ന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അദ്ദേഹം ഉയർത്തിയ ചോദ്യമുണ്ട് റാവഡ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടും. ഞങ്ങളുടെ കാര്യം നിൽക്കട്ടെ, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെക്കുറിച്ച്. സാർ, 780 കോടി രൂപ പിരിച്ച സർക്കാർ
300 രൂപ പ്രതിദിനം ചെലവ് കാശ് ആളുകൾക്ക് കൊടുക്കാത്തത് കൊണ്ട് തഹസിൽദാരെ തടഞ്ഞു. 6 പേർക്കെതിരെ മിനിഞ്ഞാന്ന് കേസെടുത്തിരിക്കുക. യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞില്ല, യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ചു, ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വിചാരിക്കാം. സർക്കാർ സംവിധാനം പിരിച്ച 780 കോടി രൂപ സർക്കാർ എത്ര ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു സാർ? നിങ്ങൾ ഡിവൈഎഫ്ഐ കൊടുത്തു, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, അതൊക്കെ സെന്റൻസ് സംഘടനകൾ, അവരുടെ ഔദാര്യം, അവരുടെ അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് പറയൂ സേനാപതി. താങ്കൾ അംഗീകരിച്ചല്ലോ ഡിവൈഎഫ്ഐ 100 വീട്, ഡിവൈഎഫ്ഐ 100 വീട്, ഡിവൈഎഫ്ഐ 100 വീട് 20 കോടി 47 ലക്ഷം സേനാപതി അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് പറ. ഡിവൈഎഫ്ഐ 100 വീട് 20 കോടി 47 ലക്ഷം താങ്കൾ അംഗീകരിച്ചല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് പറയൂ. പിരിച്ച പണം എവിടെ? ആർക്ക് വീട് വെച്ച് കൊടുത്തു? ആ പണം ആര് കൊണ്ടുപോയി? തഹസിൽദാരെ തടഞ്ഞു നിർത്തിയ സംഭവം ചോദ്യം യൂത്ത് കോൺഗ്രസിനോടാണ്. ചോദ്യം യൂത്ത് കോൺഗ്രസിനോടാണ്. അതിനാണ് മറുപടി വേണ്ടത്. നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ താങ്കൾക്ക് മറുപടിയില്ല. സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ച് ക്യാൻസർ രോഗിയുടെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ ക്യാമ്പിൽ ചോദിച്ചതാണ്. കേരളത്തിലെ വലിയ വാർത്തയാണ്. താങ്കൾ വേറെ വഴിക്ക് സഞ്ചരിച്ച് പോയാലൊന്നും ആ വിഷയം ഇല്ലാതാവില്ല. വെരി സോറി, വെരി സോറി. താങ്കൾ ഇതിന് മറുപടി പറയൂ. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? സേനാപതി പറയൂ, സേനാപതി പറയൂ. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? കണക്കുണ്ടോ താങ്കളുടെ? സാർ, യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ താങ്കൾ മറുപടി പറയണം. താങ്കൾ അത് പറയാതെ ബാക്കി എല്ലാം പറയുന്നു, എല്ലാ താലൂക്കിനെ കുറിച്ച് പറയുന്നു. യൂത്ത് കോൺഗ്രസിന് പിരിച്ചാൽ കണക്ക് വേണ്ടേ? ദുരന്തബാധിതർക്ക് കൊടുക്കണ്ടേ? മുക്കാനുള്ള പണമാണോ അത്? ഏത് നേതാവ് കൊണ്ടുപോയി? സേനാപതിക്ക് ഉത്തരമില്ല, സേനാപതിക്ക് ഉത്തരമില്ല, സേനാപതിക്ക് ഉത്തരമില്ല. ഈ സിസ്റ്റത്തിൽ താങ്കൾ വളരെ വളരെ വലിയ തോതിൽ ദുർബലനായി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. താങ്കൾക്ക് ഒരു വാചകത്തിൽ പോലും, ഒരു വാക്യത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം ഇങ്ങനെ ചെയ്തു, ഇതാണ് അതിന്റെ വഴി, പറയാനില്ലാത്തത് എന്താണ്? അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. അരുൺകുമാർ, ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായി വന്ന അഡ്വക്കേറ്റ് സേനാപതി വേണു യൂത്ത് കോൺഗ്രസ് പിരിച്ച 88 ലക്ഷത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ പിരിച്ച് വീട് വെച്ചതിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചോ? അദ്ദേഹം പറഞ്ഞതിൽ എവിടെങ്കിലും യൂത്ത് കോൺഗ്രസ് നേരിടുന്ന ഗുരുതരമായ ആരോപണത്തിനുള്ള മറുപടിയോ വിശദീകരണമോ ഉണ്ടോ ശ്രീ അരുൺകുമാർ? അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, കൊടുത്തില്ല, പിരിച്ച പണം കൊടുത്തില്ലെന്ന് വിചാരിക്കാന്ന്. അത് കൃത്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ഞങ്ങൾ 20 വീട് പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി പാത്രം കഴുകി, ചായക്കട നടത്തി, മരം വെട്ടി ചോന്നു, കൂലിപ്പണി എടുത്തു, ആക്രി പറക്കി വിറ്റു, ചെയ്യാവുന്ന മുഴുവൻ പണികളും ചെയ്ത് 1 രൂപ തുകയായിട്ട് ഞങ്ങൾ വാങ്ങാതെ 20 കോടി രൂപയിലധികം പിരിച്ച് കൃത്യമായി കണ്ടെത്തി ഗവൺമെന്റിന് കൊടുത്തു. എന്നിട്ട് ഗവൺമെന്റ് സംവിധാനം വീട് വെക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ 30 വീട് പ്രഖ്യാപിച്ചു. അതിന് പണമായിട്ട് കണ്ടെത്തി 8 ലക്ഷം രൂപ വീതം 2 കോടി 40 ലക്ഷം രൂപ കണ്ടെത്തുമെന്ന് പറഞ്ഞു. കണ്ടെത്തി, അതിൽ കൂടുതൽ പിരിച്ചു. അതിനൊരു കണക്കുമില്ല എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങളുടെ സംസ്ഥാന പഠന ക്യാമ്പിൽ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ സമ്മതിച്ചു. അതുകൊണ്ട് പറയാം, കൊടുത്തില്ലെന്ന് വിചാരിക്കാം. എന്നാൽ ഗവൺമെന്റ് കൃത്യമായി മാതൃകാ ടൗൺഷിപ്പ് പണിയാനുള്ള നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. ഭൂമിയുടെ ഉടമസ്ഥർ ഹൈക്കോടതിയിൽ കേസ് പോയി, സുപ്രീം കോടതിയിൽ പോയി, നിയമപരമായിട്ടുള്ള ബാധ്യത പൂർത്തീകരിച്ചു. അതിന്റെ പണം കൃത്യമായിട്ട് കെട്ടിവെച്ചു, കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ മാതൃകാ വീട് പണി പൂർത്തീകരിച്ചിരിക്കുന്നു. എത്രയുമായി സമയബന്ധിതമായിട്ട് അവിടെ വീട് വേണ്ടവർക്ക് വീട് കൊടുക്കും. അല്ലാത്തവർക്ക് 15 ലക്ഷം രൂപ വീതം കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വയ്ക്കാം. കേന്ദ്രം 1 രൂപ പോലും ഇതുവരെ തന്നിട്ടില്ല. കൃത്യമായി സംസ്ഥാന ഗവൺമെന്റ് കുട്ടികൾ കുടുക്ക പൊട്ടിച്ചും ഉമ്മമാർ ആടിനെ വിറ്റുമെല്ലാം കൊടുത്ത പണം, ഗവൺമെന്റ് സ്വയമായി കണ്ടെത്തിയ പണം, ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാതൃകാപരമായ ടൗൺഷിപ്പ് പണി പൂർത്തീകരിച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുകയാണ്. കുട്ടികളെ എടുത്ത് ഉമ്മ വെച്ച് റീല് നിർമ്മിച്ച് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു പോയ പ്രധാനമന്ത്രി നയാ പൈസ 11 മാസം പൂർത്തീകരിച്ചിട്ടും ഈ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഹൃദയത്തോട് ചേർന്ന് സംരക്ഷിക്കുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവരെ കൃത്യമായി അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതും LDF സർക്കാരാണ്. നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും എത്ര ആരോപണം ഉന്നയിച്ചാലും ആ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും, ഒരു സംശയമില്ല. വളരെ ഗുരുതരമായ ആരോപണത്തെയാണ് യൂത്ത് കോൺഗ്രസ് നേരിടുന്നത്. 88 ലക്ഷം രൂപ പിരിച്ചത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്നു എന്ന വളരെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. മറുഭാഗത്ത് ഏവർക്കും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം അതുതന്നെയാണ്. 20 വീട് എന്ന് കണക്കാക്കി അതിനുവേണ്ടി ആ പണം കണ്ടെത്താൻ പല വഴികളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ആക്രി വിറ്റുപെറുക്കുകയും പത്രം
പഴയ പത്രങ്ങൾ വിറ്റും അത് കളക്ട് ചെയ്ത് ശേഖരിച്ച് വിറ്റും പാത്രം വിറ്റും അങ്ങനെ ഒരുപാട് ബിരിയാണി ചലഞ്ച് നടത്തിയും ഒക്കെയാണ് ഒട്ടേറെ സംരംഭങ്ങളിലൂടെയാണ് താഴെത്തട്ടിൽ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോയെന്ന് DYFI മുമ്പ് പണം ശേഖരിച്ചത്. അതൊടുവിൽ 100 വീട് വെക്കുന്നതിനുള്ള 20,47 ലക്ഷം രൂപ വ്യക്തമായി അത് കൈമാറി. പക്ഷേ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? ഉത്തരമില്ല. ആ ചോദ്യം ചോദിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ ക്യാമ്പിലാണ്, മാധ്യമങ്ങൾ ചോദിച്ചതല്ല. മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരുമ്പോഴും ഉത്തരം പറയാനില്ല എന്നുള്ള ഗൗരവമായ സാഹചര്യം. ആ കൂട്ടരാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇപ്പോൾ ഈ ആശങ്ക പറയുന്നത് എന്നതുകൂടി ചേർത്ത് വെച്ച് കാണേണ്ടതുകൂടിയാണ്. വളരെയധികം 3 പേർക്കും ഈ ചർച്ചയിൽ സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും